ആകെ എത്ര പത്തുകളുണ്ട് എന്ന് കണ്ടെത്താൻ 10ൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ നോക്കുക, ആ നമ്പറും കൂട്ടി ഒന്ന് റൗണ്ട് ചെയ്യുക. അപ്പോൾ ഏത് നമ്പർ കിട്ടി? 721 എന്ന നമ്പർ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 721 പത്തുകളും ബാക്കി ഒന്നുകളും ആയിരിക്കും. ബാക്കി ഒന്നെന്ന് പറഞ്ഞാൽ 6 ആറുകളും ഇത് കൂടി ചേർന്നതാണ് 7216. ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത് എത്ര നൂറുകളും എത്ര ഒന്നുകളും. അപ്പോൾ ഇതിൽ 100ൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ ഏതാന്ന് നോക്കുക. നേരത്തെ നമ്മൾ 10 കാണാൻ വേണ്ടി 10ൻ്റെ സ്ഥാനത്ത് വന്നത് നോക്കി. ഇപ്പോൾ ഇനി എത്ര നൂറുകൾ ഈ നമ്പറിലുണ്ട് എന്ന് കണ്ടെത്താൻ 100ൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ ഏതാണ്? 2 ആണ്. ഒറ്റ, 10, 100, 1000. അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് വരുന്ന 2നെയും കൂട്ടി റൗണ്ട് ചെയ്യാം. അപ്പോൾ ഏത് കിട്ടി? 72. 72 നൂറുകൾ ഇതിലുണ്ട്. ബാക്കിയെല്ലാം ഒന്നുകളാക്കി മാറ്റാം. ബാക്കി ഒന്നുകൾ 16 1. ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ പഠിക്കാം. ഇപ്പോൾ നമ്മൾ 72 നൂറുകളും 16 ഒന്നുകളുമാണ് ഉള്ളത് എന്നും മനസ്സിലാക്കി. ഇനി വീണ്ടും അടുത്ത സ്റ്റെപ്പായിട്ട് എത്ര ആയിരവും എത്ര ഒന്നുകളുമുണ്ട് എന്നതാണ് നോക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 1000ൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ നോക്കുക, അത് റൗണ്ട് ചെയ്യുക. കാരണം അതിൻ്റെ ഇപ്പുറത്തേക്ക് ഇനി നമ്പർ ഇല്ലാത്തത് കൊണ്ട് 7 മാത്രമേ ഉള്ളൂ. അപ്പോൾ 7 1000വും ബാക്കിയെല്ലാം ഒന്നാക്കി മാറ്റുക. 216 ഒന്നുകളും ആക്കി മാറ്റുക. ഓക്കെ, റെഡിയാണല്ലോ.